Hi everybody, we are going to discussing about the last module, ideal Fermi system. Ideal Fermi system. ഓക്കെ, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ബോസ് സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. ബോസ് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സിനെ പറഞ്ഞു, രണ്ട് മേജറായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ആ ആപ്ലിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂള് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെർമി സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ജനറൽ ഫോർമുല ഓഫ് Q is equal to PV divided by KT is equal to ln of grand partition function is equal to 1 by A sigma epsilon ln of 1 plus A z e raised to minus beta epsilon എന്നതാണ്. ദിസ് ഇസ് ജനറൽ റിസൾട്ട്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് സിഗ്മ എപ്സിലോൺ എക്സ്പെക്ടേഷൻ ഓഫ് n എപ്സിലോൺ മീൻ ഒക്യുപ്പേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ജനറൽ റിസൾട്ട് എന്തായിരുന്നു? 1 ഡിവൈഡ് ബൈ z റേസ് ടു മൈനസ് 1 e റേസ് ടു ബീറ്റ എപ്സിലോൺ പ്ലസ് എ. ഇതാണ് നമ്മുടെ ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫെർമി സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫെർമി സിസ്റ്റം ആകുമ്പോൾ എ സീക്വൽ ടു പ്ലസ് 1 എ സീക്വൽ ടു പ്ലസ് 1 ആണ് ഫെർമി സിസ്റ്റം. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് that is equal to PV divided by KT, that is equal to ln of grand partition function is equal to sigma epsilon ln of 1 plus z e raised to minus beta epsilon എന്നതാണ്. മീൻ ഒക്യുപ്പേഷൻ നമ്പർ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിഗ്മ എപ്സിലോൺ മീൻ ഒക്യുപ്പേഷൻ വാല്യൂ that is equal to 1 divided by z minus 1 e raised to beta epsilon plus 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഫെർമി സിസ്റ്റത്തിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഒന്നാണ്. സോ ദ കണ്ടീഷൻ ഫോർ ദ മീൻ ഓക്യുപ്പേഷൻ നമ്പർ ഈസ് 0 or 1. ദിസ് ഈസ് എംപ്റ്റി ഓർ ഫുൾഫിൽഡ്. ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിൾസ് മാത്രമാണ്, ദറ്റ് ഈസ് എ ഫുൾഫിൽഡ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എംപ്റ്റി. സപ്പോസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്കറിയാം എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മീൻ ഒക്യുപ്പേഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹിയർ സിഗ്മ എപ്സിലോൺ. ഓക്കെ, സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ ടു ദിസ് വൺ? എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? യൂസിങ് ദിസ് ഇക്വേഷൻ, expectation of n epsilon is equal to 1 divided by z raised to minus 1 e raised to beta epsilon plus 1. Using this result, we can analyze the mean occupation value. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് മീൻ ഒക്യുപ്പേഷൻ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മീൻ ഒക്യുപ്പേഷൻ വാല്യൂ 1 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? That is equal to 1. Z is equal to infinity ആയിരിക്കും കിട്ടുക. സോ ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ സെഡ് വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ റൂളായിരിക്കും എന്തുണ്ടാവുക? ഫിഗാസിറ്റി ഒബേ ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടെത്തുന്നത് യൂസിങ് ദിസ് റിസൾട്ട്. ഈ റിസൾട്ട് വെച്ചിട്ടാണ് when e raised to b for epsilon is equal to 0 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർ എ സിംഗിൾ എനർജി അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. സോ ദിസ് ഈസ് ദ റിസൾട്ട്. നൗ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ലോ ടെമ്പറേച്ചർ. കാരണം ഫെർമി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം കൺസെപ്റ്റ് ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാണ്ടം ബിഹേവിയർ ഒബേ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോ ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ ഫെർമി ഫംഗ്ഷൻ, അതായത് നമ്മൾ ഫെർമി ഫംഗ്ഷൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് ദ തെർമോഡൈനാമിക്സ് അറ്റ് ദ സഫിഷ്യൻ്റ്ലി ലോ ടെമ്പറേച്ചർ. Okay, here Q is equal to
sigma epsilon ln of 1 plus z e raised to minus beta epsilon n is equal to sigma 1 divided by z raised to minus 1 e raised to beta epsilon plus 1. Here the sigma can be replaced by integration. നമ്മൾ ബോസ് സിസ്റ്റത്തിൽ ചെയ്തൊരു ഫോർമുല ഉണ്ട്. ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബോസ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഇവിടെ 2 എന്നുള്ളൊരു നമ്പർ നമ്മൾ കൊടുത്തിരുന്നു. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ അതിന് പകരം ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ജി. അപ്പോൾ ഇവിടെ നമ്മളത് കൊടുക്കും, ഇവിടെ നമ്മൾ കൊടുക്കും. ഫോർ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദ നമ്പർ ഇൻറ്റേർണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ബോസൻസിൻ്റെ കേസിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ നമുക്ക് എന്താ പറയുന്നില്ല, സ്പിന്നിൻ്റെ കേസിൽ, അതായത് ഇതിനെ ജിക്ക് പറയുന്ന പേരാണ് വെയിറ്റ് ഫാക്ടർ എന്നാണ് പറയുക. വെയിറ്റ് ഫാക്ടർ എന്നാണ് പറയുക. ഇത് അറേഞ്ച് ചെയ്യുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം പറയുന്നത്. ഫോർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ സ്പിന്നിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ജിയുടെ വാല്യൂ പറയുക. സ്പിന്ന് 2 തരത്തിലുള്ള സ്പിൻ അവിടെ എന്ത് ചെയ്യുന്നത് പോസിബിൾ ആണ്. ഒന്നാമത്തെ സ്പിൻ എന്ന് പറയുന്നത് പ്ലസ് ഹാഫും രണ്ടാമത്തത് മൈനസ് ഹാഫും. ഇപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇപ്പോൾ ജിക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് വെയിറ്റ് ഫാക്ടർ. ഇറ്റ് വിൽ ബി അറൈസിങ് ഫ്രം ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇലക്ട്രോൺ the spin has 2 plus 1 by 2 minus 1 by 2. So G of the electron is 2. അപ്പോൾ നമ്മൾ സിഗ്മനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡിവൈഡ് ബൈ h ക്യൂബ് ഇൻറ്റു സിഗ്മ വോളിയം എലമെൻറ്റ് കൊടുക്കണം. അത് കൊടുത്ത് നമ്മൾ റിലേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, നമ്മൾ ബോസ് സിസ്റ്റത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആസ് പെർ സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും. ഒരു ജി എന്നുള്ളൊരു ക്വാണ്ടിറ്റി എസ്റ്ററായിട്ട് വരും. പിന്നെ ബോസ് ഫംഗ്ഷൻ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും, ഒരു ഫെർമി ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ജി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 5/2 സെറ്റ്. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ബോസ് സിസ്റ്റത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാറുന്നത് ജി എന്നുള്ളൊരു വാല്യൂ നമ്മൾക്ക് അഡീഷണൽ കിട്ടുന്നുണ്ട്, പിന്നെ എഫ് എന്നുള്ളൊരു വാല്യൂ, പിന്നെ നമുക്ക് n/v എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും, ജി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 3/2 സെറ്റ് എന്ന് നമുക്ക് കിട്ടും. ഹിയർ എഫ് ഈസ് 3/2 ഓർ സെറ്റ് ഓർ ജനറലായിട്ട് എഫ് ന്യൂ സെറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഫെർമി ഡിറാക് ഫംഗ്ഷൻ എന്നാണ് ഇതിൽ പറയുക. നേരത്തെ കേസിൽ നമ്മൾ ജി ആയിരുന്നു നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ബോസ് ഐൻസ്റ്റീൻ ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഫെർമി ഡിറാക് ഫംഗ്ഷൻ. ഇനി ഫെർമി ഡിറാക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് എക്സ്പാൻഷൻ വരുന്ന ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് എഫ് ന്യൂ സെറ്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഗാമ ന്യൂ ഇൻ്റഗ്രൽ 0 to infinity s raised to nu minus 1 divided by z minus 1 e raised to x plus 1 into dx. എവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഈ പ്ലസ്. നേരത്തെ മൈനസ് ആയിരുന്നു, സെഡിൻ്റെ വാല്യൂ ഇല്ലായിരുന്നു. കാരണം സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം 1ൻ്റെ കണ്ടീഷനാണ് നമ്മൾ എടുത്തിരുന്നത്. ഇവിടെ എന്തുണ്ട്, z raised to -1 എന്നുള്ളൊരു ക്വാണ്ടിറ്റി കൂടി വരും. പിന്നെ ഇവിടെ പോസിറ്റീവ് സൈൻ ആയിട്ട് എന്ത് ചെയ്യും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സീരീസ് ഓഫ് എക്സ്പാൻഷൻ വരുന്നത് സെറ്റ് മൈനസ് സെറ്റ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ന്യൂ പ്ലസ് ഓൾട്ടർനേറ്റീവായിട്ട് സൈൻ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. സെറ്റ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ന്യൂ മൈനസ് എക്സെട്ര. ദിസ് ഈസ് ദ ഫെർമി ഡിറാക് ഫംഗ്ഷൻ. ഇത് ഓർത്ത് വെക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫെർമി ഡിറാക് ഫംഗ്ഷനാണ് ഈ എഫ് ന്യൂ സെറ്റ് എന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ ഫ്രം ദിസ് ഇക്വേഷൻ പി ഡിവൈഡ് ബൈ കെ ടി എന്നുള്ളൊരു ഇക്വേഷനും n/v എന്നുള്ളൊരു ഇക്വേഷനിലും സെഡിൻ്റെ ടേംസ് വരുന്നുണ്ട്. ഇവിടെ f5/2 ആണെങ്കിലും ഇത് സീരീസ് ഓഫ് എക്സ്പാൻഷൻ വരുന്നുണ്ട്, f3/2 ആണെങ്കിലും സീരീസ് ഓഫ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതിന് ആ 2 ടേമിൽ നിന്നും സെഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കിട്ടും. സോ നമുക്ക് അതിൻ്റെ ടേംസിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത്
എൻ ലാംഡ ക്യൂബ് എന്ന് നമ്മൾ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ന്യൂ എന്നുള്ളൊരു ടേമിൽ, അല്ലെങ്കിൽ ലാംഡ ക്യൂബ് സ്മോൾ എന്നിൻ്റെ ലാംഡ ക്യൂബ് എന്നൊരു ടേമാണ്. ഇവിടെ ഒരു അഡീഷണൽ ടേമും കൂടി ആയിരുന്നു ഡിവൈഡ് ബൈ ജി. ഈ ടേമിലേക്കായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാം. സോ ആ ഒരു സെക്ഷനാണ് അവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഫെർമി സിസ്റ്റം. ഇന്റേണൽ എനർജി how can you analyze internal energy is equal to kT square dou by dou t of ln of Jan partition function. It is a familiar result. Okay, നിങ്ങൾ കുറേ നേരം നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്. That is equal to kT square dou by dou t of PV divided by KT. PV divided by KT. Here PV divided by KT. നമ്മൾ നേരത്തെ പറഞ്ഞു പി ബൈ കെ ടി എന്നുള്ളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. അതിന് വിയും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതാണ് ഇക്വേഷൻ? ദിസ് ഈസ് ഇക്വേഷൻ. ഇവിടെ പി ബൈ കെ ടി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ജി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എന്നുള്ളതിൽ ഇവിടെ ഒരു വി കൊടുത്താൽ ജി വി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 5/2 സെറ്റ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. KT square dou by dou t of GV divided by lambda cube F 5/2 set എന്ന് കിട്ടും. That is equal to KT square GV F 5/2 set dou by dou t of 1 by lambda cube. ഇതിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് കണ്ടെത്തി വെക്കാം. നമുക്ക് ഇനി തുടർച്ചയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1 by ലാംഡ ക്യൂബിൻ്റെ ഒരു ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 divided dou by dou t of 1 divided by ലാംഡ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dou by dou t of ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ h സ്ക്വയർ ഡിവൈഡ് ബൈ 2 pi m kt all raised to 3/2 എന്താണ് കിട്ടുക. ഇവിടെ 2 pi m k all raised to 3/2 പുറത്തേക്ക് എടുത്തു. h സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുത്തു. dou by dou t of t raised to 3/2 that is equal to 3/2 2 pi m k all raised to 3/2 divided by h square t raised to 1/2. ഓക്കെ, ഞാനിവിടെ ടി കൊണ്ട് എന്ത് ചെയ്യാണ്, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡിവൈഡിങ് ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? റിലേഷൻ എന്ന് പറയുന്നത് 3/2 2 pi m k. ഇവിടെ ടി 1/2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ടി റെസ്റ്റ് 3/2 മൊത്തമായിട്ട് നമുക്ക് 3/2 എഴുതാം. ഡിവൈഡ് ബൈ h സ്ക്വയർ ഇൻറ്റു 1/t. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ദിസ് ഈസ് ലാംഡ ക്യൂബ് ഡിനോമിനേറ്ററിലായിരിക്കും വരിക ഇൻറ്റു ടി. ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫങ്ഷൻ. ഓക്കെ, ഈ റിസൾട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, അതായത് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് 1 by ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3/2 1 divided by ലാംഡ ക്യൂബ് ഇൻറ്റു ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഓർത്ത് വെക്കാം. ഇപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? യു ഈക്വൽ ടു KT സ്ക്വയർ GV F 5/2 സെറ്റ് ഇൻറ്റു 3/2 1 divided by ലാംഡ ക്യൂബ് ഇൻറ്റു ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 3/2 KT GV divided by lambda cube F 5/2 set. ഓക്കെ അല്ലേ? ഇനി GV divided by lambda cube ഇക്വേഷൻ നമ്പർ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. N is equal to അല്ലെങ്കിൽ N/V is equal to എന്തായിരുന്നു?
ജി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 3/2 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ജി വി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ജി വി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞാൽ എൻ ഡിവൈഡ് ബൈ എഫ് ഓഫ് 3/2 എന്ന് എഴുതാം. അപ്പോൾ ഈ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 n കെ ടി എഫ് 5/2 divided by F 3/2. This is the internal energy. This is the internal energy. Okay. Ini next we want to calculate the pressure of the system. Then U is equal to 3/2 NKT F 5/2 divided by F 3/2. Okay. Then ഈ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം, പിന്നെ ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ എ ആൻഡ് ബി നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇക്വേഷൻ നമ്പർ എ പ്രകാരം എഫ് 5/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി കെ ടി എന്ന് എഴുതാം. എഫ് 3/2 എന്ന് പറഞ്ഞാൽ എൻ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി വി എന്ന് എഴുതാം. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3/2 എൻ കെ ടി എഫ് 5/2 പകരം എന്ത് കൊടുക്കാം? പി ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി കെ ടി ഡിവൈഡഡ് ബൈ എൻ ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ക്യൂബ് ക്യാൻസൽ ചെയ്തു, ജി ക്യാൻസൽ ചെയ്തു. ദെൻ ഇവിടെ എൻ ഉണ്ട്, ഈ എന്നും ക്യാൻസൽ ചെയ്തു. ദെൻ ഇവിടെ ഒരു കെ ടി ഉണ്ട്, ഈ കെ ടിയും ക്യാൻസൽ ചെയ്തു. ഫൈനലി വി ക്യാൻ ഗെറ്റ് യു is equal to 3/2. ഇവിടെ ഒരു പ്രഷർ വരുന്നുണ്ട്, ഇവിടെ വോളിയം അത് ന്യൂമറേറ്ററിലേക്ക് വരും, പി വി. 3/2 PV. Then P is equal to 2/3 U/V. This is the pressure of the ideal Fermi system. Okay, this is the relation for the pressure of the system. That is P is equal to 2/3 U/V. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ പോകുന്നത് that is specific heat. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. Specific heat. How can we evaluate specific heat? CV is equal to dou U divided by dou T. That is equal to dou divided by dou T of U. U എന്ന് പറഞ്ഞാൽ എന്താണ്? U എന്ന് പറഞ്ഞാൽ this one. 3/2 NKT F 5/2 divided by F 3/2. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? 3/2 NKT F 5/2 divided by F 3/2. That is equal to ഇവിടെ നോക്കാം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ടെമ്പറേച്ചർ ഇവിടെ വരുന്നുണ്ട്, ടെമ്പറേച്ചർ NKT. അതുപോലെ ടെമ്പറേച്ചർ എവിടെയും വരുന്നുണ്ട്, F 5/2 എന്ത് വരുന്നുണ്ട്? ടെമ്പറേച്ചർ വരുന്നുണ്ട്. അതുപോലെ F 3/2 എന്ത് വരുന്നുണ്ട്? ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 ടേമിലായിട്ടാണ് ഇവിടെ ടെമ്പറേച്ചർ വരുന്നത്. ഇപ്പോൾ പ്രോഡക്റ്റ് റൂൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ 3 രീതിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, 3 ഇക്വേഷനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ 3 പവർ റൂൾ 3 തവണ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ അതായത് ഇവിടെ ടെമ്പറേച്ചർ T വരുന്നുണ്ട്, ഇവിടെ F 5/2 എന്ത് വരുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അതുപോലെ F 3/2 എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 3ലും ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതാക്കി എടുക്കുന്നു, 3/2 NKT ഒക്കെ നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ ഇതാക്കി എടുക്കുന്നു. പിന്നെ സെക്കൻഡ് ഫംഗ്ഷനെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. CV is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്താൽ പോകണം, ആദ്യം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു
derivative of first function 3 by 2 nk plus first function into derivative of second function dou by dot t of f5 by 2 z divided by f3 by 2 z. Okay, that is equal to ഇതിൻ്റെ വാല്യൂ എന്താണ് 3 by 2 nk f5 by 2 z divided by f3 by 2 z പ്ലസ് ഇവിടെ എന്ത് ചെയ്യണം, വീണ്ടും ഒരു പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. 3 by 2 nkt ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ റിലേഷൻ വരിക. ഇനി നമുക്ക് ഇവിടെ ഡോ ബൈ ഡോട്ട് ടി ഓഫ് f5 by 2 z ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഒരു പാർഷ്യൽ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് that is equal to 3 by 2 nk f5 by 2 z divided by f3 by 2 z plus 3 by 2 nkt f5 by 2 z into ഇവിടെ ഡോ ബൈ ഡോട്ട് ഉണ്ട്. ഇപ്പോൾ ഡോ ബൈ ഡോ സെറ്റ് ഇൻറ്റു 1 ഡിവൈഡ് ബൈ f3 by 2 z ഇൻറ്റു ഡോ സെറ്റ് ഡിവൈഡ് ബൈ ഡോ ടി. ഓക്കെ അല്ലേ? പ്ലസ് ദെൻ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് 1 ഡിവൈഡ് ബൈ എഫ് 3 by 2 z ഇൻറ്റു ഡോ സെറ്റ് f5 by 2 z ഇൻറ്റു ഡോ സെറ്റ് ഡിവൈഡ് ബൈ ഡോ ടി. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ഒരു റിലേഷൻ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്? അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ എന്ന് നമുക്ക് കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഡോ ഡിവൈഡ് ബൈ ഡോ സെറ്റ് എഫ് ന്യൂ സെറ്റ് ഇസ് ഈക്വൽ ടു 1 divided by z f new 1 of z. This is the first relation. And another 1 by z dou z divided by dou t is equal to minus 3 divided by 2t f of 3 by 2 z divided by f of 1 by 2 z. This is the general result. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് തരാം. അതായത് ഒരു എളുപ്പമുള്ളൊരു പ്രൂഫാണ്. ഓക്കെ, ദിസ് പ്രൂഫ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 3 by 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കാണാണ്. ഇപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് f3 by 2 ഇക്വേഷൻ നമ്പർ ബി പ്രകാരം f3 by 2 എന്ന് പറഞ്ഞാൽ n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി വി ആണ്. ഇനി ഡോ f3 by 2 divided by dou z into dou z divided by dou t is equal to എങ്ങനെ എഴുതാം? dou z divided by dou t is equal to, how can you write this one? Minus 3 by 2 2t n lambda cube divided by vg. How can you get this one? Because dou by dou t of lambda cube, dou by dou t of lambda cube എന്താണ്? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ചിട്ട് ലാംഡ ക്യൂബിന് എന്ത് ചെയ്യുക. അപ്പോൾ മൈനസ് 3 by 2 t n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ വി ജി എന്നുള്ളൊരു ഇക്വേഷൻ വരും. ദെൻ f3 by 2 വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് ദിസ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ 1 by 2 sorry here 1 by 2 that is not set. See 1 by 2 f 1 by 2 dou z divided by dou t is equal to minus 3 divided by 2t n lambda q divided by vg. Then dou z divided by dou t is equal to minus 3 divided by 2t into 2.
f of 3/2z divided by f of 1/2z. Okay, this is the relation. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇപ്പോൾ ഈ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ ദിസ് വൺ ഡോ ബൈ ഡോ സെഡ് ഓഫ് 1 ഡിവൈഡ് ബൈ f3/2z ഉണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഈ റിലേഷൻ ഒന്ന് മാറ്റാണ്. CV = 3/2 NK f5/2z divided by f3/2z plus 3/2 NKT. ഇവിടെ നോക്കാം, f5/2z ഇവിടെ മൈനസ് എങ്ങനെ വരും, ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ that is equal to minus f3/2z all raised to minus 2 dou divided by dou z f3/2z into dou z divided by dou t പ്ലസ്, അതായത് ഇവിടെ 1/xന്റെ ഫോർമുല ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ -1/s² എന്നുള്ളൊരു ഫോർമുല അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇതാ 1 ഡിവൈഡ് ബൈ f3/2z ഡോ ഡിവൈഡ് ബൈ ഡോ z f5/2z ഇൻറ്റു ഡോ z ഡിവൈഡ് ബൈ ഡോ t. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻഡേർഡിഫിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ആണ് കേട്ടോ, സെറ്റ് നല്ല 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ് കേട്ടോ, മാറിപ്പോയതാണ്, ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ഫസ്റ്റ് റിലേഷൻ അതുപോലെ തന്നെ എഴുതാം. CV = 3/2 NK f5/2z divided by f3/2z plus 3/2 NKT f5/2z. ഇവിടെ എന്താ പറയുക, അതുപോലെ തന്നെ ഇതാ -1 ഡിവൈഡ് ബൈ f3/2z സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് ഓഫ് f3/2. എങ്ങനെ എഴുതാം, യൂസിങ് ദിസ് ഇക്വേഷൻ. ന്യൂസ് ഈക്വൽ ടു 3/2. അപ്പോൾ ഇവിടെ എന്തൊരു 1/2 f1/2z വരും. അപ്പോൾ വാല്യൂ നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/2 f 3/2 minus 1 1/2z then dou z divided by dou z. എങ്ങനെ എഴുതും, dou z divided by dou z എന്ന് പറഞ്ഞാൽ ഈ 1/2 ആണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. പോണെങ്കിൽ 6 എന്ന് എഴുതാം, 6 divided by 2t. അപ്പോൾ -6 divided by 2t f3/2z divided by f1/2z പ്ലസ് ഇത്രയും കൊണ്ട് ചെയ്യും. ഇനി 1 ഡിവൈഡ് ബൈ f3/2z ഡോ z ഡിവൈഡ് ബൈ f5/2. അപ്പോൾ ന്യൂസ് ഈക്വൽ ടു 5/2. അപ്പോൾ എന്ത് വരും, 1/2 f3/2z into dou z divided by dou t, that is -6 divided by 2t f3/2z divided by f1/2z. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ട് വരാം. ഓക്കെ അല്ലേ? ഇനി ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടും നോക്കാം. 3/2 NK f5/2z divided by f3/2z പ്ലസ് ഇതിലൊരു ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കാം, ഇവിടെ f3/2z സ്ക്വയർ ഉണ്ട്, ഇവിടെ f3/2 ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇവിടെ f1/2 ഉണ്ട്, ഇവിടെ f1/2 ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ആയിട്ട് മാറും. ദെൻ ഇവിടെ എന്താ പറയുക,
ഇവിടെ വെച്ചല്ലാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയാണ്? ഇവിടെ 3/2, ഇവിടെ 3/2, അപ്പം 9/4. എൻ കെ ടിയും ക്യാൻസൽ ചെയ്തു. എഫ് 5/2 സെറ്റ്, ദിസ് വൺ. പിന്നെ ഡിനോമിനേറ്ററിൽ F 3/2 സെറ്റ്. ഓക്കെ, ഇത്രയും ടേംസാണ് ഇവിടെ വരുന്നത്. ദെൻ മൈനസ് എന്ന് പറയുന്നത് ഈ മൈനസ്. ഇനി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് 3 വരും. പിന്നെ ഇവിടെ F 3/2 സെറ്റ് ഉണ്ട്, ഇവിടെ F 3/2 സെറ്റ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇവിടെ 3. ഓക്കെ, ഈ 3nkt കൂടി ഇതിന് ബാധകമാണ് കേട്ടോ, അത് മറന്നുപോയി. ഈ 3nkt കൂടി ഇതിന് ബാധകമാണ്. കാരണം എന്താണ്? 3/2 nkt, കാരണം മൊത്തം പ്രോഡക്റ്റാണ് വരുന്നത്. ഓക്കെ, ഇവിടെ മറന്നു പോയതാണ് കേട്ടോ, 3/2 nkt. അപ്പം ഇവിടെ 3 × 3 9/4 nk, ടിയും ക്യാൻസൽ ചെയ്ത് പോയി. F 3/2 സെറ്റ് ഡിവൈഡ് ബൈ F 1/2 സെറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, F 5/2 സെറ്റ് F 3/2 ഇത് രണ്ട് കോമൺ ആണ്. അപ്പോൾ 3/2 nk പ്ലസ് 9/4 എന്ത് വരും? 15 ഡിവൈഡഡ് ബൈ 4 nk. F 5/2 സെറ്റ് ഡിവൈഡ് ബൈ F 3/2 സെറ്റ് മൈനസ് 9/4 nk F 3/2 സെറ്റ് ഡിവൈഡ് ബൈ F 1/2 സെറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, nk രണ്ടിനും കോമൺ ആണ്, ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടതാണ്. CV ഡിവൈഡ് ബൈ nk ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 4 nk, nk ഉണ്ടാവില്ല, F 5/2 സെറ്റ് ഡിവൈഡ് ബൈ F 3/2 സെറ്റ് മൈനസ് 9/4 F 3/2 set divided by F 1/2 set. This is the specific heat of the Fermi system. Okay. ഇനി നമുക്ക് ഇതിൽ കാണാനുള്ളത് ഹെൽമോൾട്ട്സ് എനർജി കാണണം. നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഹെൽമോൾട്ട്സ് എനർജി. ദെൻ എൻട്രോപ്പി കഴിഞ്ഞാൽ ഫെർമി സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷനായി. അടുത്ത് ഹെൽമോൾട്ട്സ് എനർജി. A is equal to n mu minus PV, that is equal to mu is equal to KT grand partition function, that is e raised to mu by KT. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ mu is equal to ln of mu by KT is equal to ln of fugacity എന്ന് എഴുതാം. അപ്പോൾ mu is equal to n KT ln of fugacity മൈനസ് PV എന്ന് പറഞ്ഞാൽ മൈനസ് 2/3 u. ഏതാണ്? എനർജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എനർജിയുടെ വാല്യൂ അതാണ്. എനർജി is equal to this one, PV is equal to 2/3 u എന്നുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു nkt ln ഓഫ് സെറ്റ് മൈനസ് 2/3 u. u എന്ന് പറഞ്ഞാൽ എന്താണ്? u is equal to 3/2 nkt F 5/2 divided by F 3/2. So 3/2 nkt F 5/2 set divided by F 3/2 set. This is cancelled. nkt common ആണ്. We can outside to this one. nkt ln of set minus F 5/2 set divided by F 3/2 set. This is the Helmholtz energy. Okay, next we want to find the entropy. Entropy S is equal to U minus A divided by T. S is equal to U minus A divided by T. Entropy ആണ്. That is equal to U is equal to U എന്താണ്? This one 3/2 nkt F 5/2 set divided by F 3/2 divided by T ൻ്റെ അപ്പോൾ T ക്യാൻസൽ ചെയ്ത് പോയി. 3/2 nk
F5/2z divided by F3/2z minus A by T. A by T is equal to NK. T cancel ചെയ്ത് പോയി, ബ്രാക്കറ്റ് ഇതാ, ln ഫിഗാസിറ്റി മൈനസ്, ഓക്കെ, ഈ മൈനസ് എന്തായിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയാം, NK ln z പ്ലസ് NK F5/2z divided by F3/2z. Okay, here 3/2 NK this quantity plus NK F5/2 divided by F3/2, that is 5/2 NK of this one divided minus NK ln of z, that is 5/2 NK F5/2z divided by F3/2z minus NK ln of fugacity, that is entropy is equal to NK കോമൺ ആണ്, ഇത് നിർത്തിയാൽ മതി, വേണമെങ്കിൽ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. NK പുറത്തേക്ക് എടുത്ത് 5/2 F5/2z divided by F3/2z minus ln of fugacity. This is the relation for the entropy for the Fermi system. ഓക്കെ, ഇത്രയാണ് തെർമോഡൈനാമിക്സ് ഫോർ എ ഫെർമി സിസ്റ്റം. ഇനി നമുക്ക് 2-3 വേറെ കണ്ടീഷൻസ്, ഡീജനറസിയും നോൺ ഡീജനറസിൻ്റെയും കേസ് നമുക്ക് പറയാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.